പറയുകയാണ്, നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപ്പെട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലേവ്യ പുരോഹിതന്മാരെയും. പെട്ടകം വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവസാന്നിധ്യം. അത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത്, അതുകൊണ്ട് ഞാനത് എടുക്കുന്നില്ല. സ്തോത്രം. ഇസ്രായേൽ മക്കളെ കഴിഞ്ഞും കൂടുതൽ ബോധം ശത്രുക്കൾക്കാണ്. സ്തോത്രം. ഇസ്രായേൽ മക്കൾ ആർപ്പിടുമ്പോൾ അവർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, പാളയത്തിൽ പെട്ടകം വന്നിട്ടുണ്ടാകും, അതുകൊണ്ടാണ് ഇവർ ആർപ്പിടുന്നത്. സ്തോത്രം. അപ്പോൾ പാളയത്തിൽ പെട്ടകം വന്നാൽ ഫെലിസ്ത്യർക്ക് ഒരു കാര്യം അറിയാം, ഇനി ജയിക്കുക അത്ര എളുപ്പമല്ല. കാരണം ദൈവ സാന്നിധ്യം വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ദൈവമക്കളെ, സ്തോത്രം, ദൈവത്തിൻ്റെ വചനം കേൾക്കാനായിട്ട് ഞാനും നിങ്ങളും ഇരിക്കുമ്പോൾ മനസ്സിലാക്കണം, സ്തോത്രം, ദൈവ സാന്നിധ്യത്തിലാണ് ഞാനും നിങ്ങളും ഇരിക്കുന്നത്. 2, ഇസ്രായേൽ മക്കൾ എന്തുകൊണ്ടാണ് ദൈവശബ്ദം കേൾക്കുന്നത്, ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, മറ്റ് ജാതികളിൽ നിന്നും വ്യത്യസ്തരായി ഇവരോട് ഉടമ്പടി ചെയ്ത ദൈവമാണ് ഇവരുടെ ദൈവം. ആ ഉടമ്പടിയിൽ നിന്ന് മാറുന്ന ദൈവമല്ല ഈ ദൈവം. അങ്ങനെയെങ്കിൽ ആട്ടുകുട്ടന്റെ രക്തത്താൽ ഉടമ്പടി ചെയ്തെങ്കിൽ, പൊരുളായിരിക്കുന്ന കുഞ്ഞാടായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നിത്യ നിയമത്തിന്റെ ഉടമ്പടിക്കകത്ത് നിൽക്കുന്ന ദൈവ പൈതല്, നിനക്ക് ദൈവ സാന്നിധ്യം, എനിക്ക് ദൈവ സാന്നിധ്യം തന്നില്ലെങ്കിൽ പിന്നെ ആർക്കാ കൊടുക്കുന്നേ? അങ്ങനെയാണെങ്കിൽ പറ, ഞാൻ അനുഭവിക്കുന്ന സാന്നിധ്യം ഉടമ്പടിയുടെ ദൈവത്തിന്റെ സാന്നിധ്യമാ, എന്നോട് ഉടമ്പടി ചെയ്ത ദൈവത്തിന്റെ സാന്നിധ്യമാ. ആ ഉടമ്പടി പറഞ്ഞ കാര്യമുണ്ട്, എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിന്നെ കൈവിടത്തില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല, ഞാൻ നിന്നെ അനാഥനായി വിടത്തില്ല. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കരമടിച്ചു ദൈവത്തെ സ്തുതിച്ചാട്ടെ.